നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1202 ചിങ്ങമാസം 6-ാം തീയതി, അതായത് 2026 ഓഗസ്റ്റ് മാസം 22-ാം തീയതി. നാളത്തെ തിഥി നല്ല തിഥിയാണ്. നാളെ ദശമി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ദശമി. ചന്ദ്രൻ വളരെ ശക്തനായി വരികയാണ്. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞാൽ പിന്നെ പൗർണമിയായി. നാളത്തെ സൂര്യോദയം ശനിയാഴ്ചയാണ്. ശനിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:37. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 9 മുതൽ 10:30 വരെയുള്ള സമയം. നാളത്തെ നക്ഷത്രമോ ഒരു ശുഭനക്ഷത്രമല്ല, നാളെ തൃക്കേട്ട നക്ഷത്രമാണ്. നാളെ ഉച്ചയ്ക്ക് 2:19 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. നാം ശുഭകാര്യത്തിന് സ്വീകരിക്കാത്ത നക്ഷത്രമാണ് തൃക്കേട്ട. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. മുപ്പൂരം, പൂരം, പൂരാടം, പുരൂരുട്ടാതി, പിന്നീട് യമരുദ്ര, അഹി. യമൻ എന്നാൽ ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി ആയില്യം, പിന്നീട് തൃക്കേട്ട. യാത്ര പോകിലവൻ വര. യാത്ര പോയാൽ തിരിച്ചു വരില്ല, വിത്തിട്ടാൽ പൊടിക്കില്ല. അതിനാൽ യാത്രയ്ക്കും മറ്റ് നല്ല കർമ്മങ്ങൾക്കും നാളത്തെ ഈ ഒരു സമയം അനുകൂലമല്ല. നാളെ ശനിയാഴ്ചയാണ്, തൃക്കേട്ടയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം എന്ത് ചെയ്യാം? കാലത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നല്ല വഴിപാടുകളൊക്കെ ചെയ്യാം. അവിടെ ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് ചെയ്യുന്നത് എല്ലാ വിഘ്നങ്ങളും മാറും. നാളെ 2:20 മുതൽ പിന്നെ ശക്തമായി മൂലം നക്ഷത്രമായി. മൂലം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കും. വെളുത്തപക്ഷത്തിലെ മൂലമാണ്. പക്ഷേ നാളെ മൂലത്തിന് ഗണ്ടാന്തമുണ്ട്. ആദ്യത്തെ 15 നാഴിക നാം ഒരു ശുഭകാര്യത്തിന് സ്വീകരിക്കില്ല. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3.25 നാഴിക നാം എല്ലാ ശുഭകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കും. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നാളെ 4:15 മുതൽ 5 മണി വരെയുള്ള സമയം യാത്രയ്ക്കും മറ്റെല്ലാ കർമ്മങ്ങൾക്കും വളരെ അനുകൂലമാണെന്ന് അറിയുക. 4:15 മുതൽ 5 മണി വരെയുള്ള സമയം. നാളെ നിർബന്ധമായും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ സർപ്പ ക്ഷേത്ര ദർശനം നടത്തണം. അവിടെ നാഗങ്ങൾക്ക് ആയില്യപൂജ, സർപ്പബലി ചെയ്യണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥന നാളത്തെ ദിനത്തെ ധന്യമാക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർപ്പപ്രീതി അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നിങ്ങൾ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.